സോ ഐ വാണ്ട് റെസ്പോൺസ് ഫ്രം യു. നിങ്ങളിൽ നിന്ന് പ്രതികരണം ആഗ്രഹിക്കുന്നു. ഒരു ചോദ്യം, എനിക്ക് നിങ്ങളോടുള്ളൊരു ചോദ്യം. മോസ്റ്റ് ഓഫ് അസ് ആർ സീക്കേഴ്സ് നോ ആക്ച്വലി. എല്ലാവരും അവനവൻ്റെതായിട്ടുള്ള രീതിയിൽ സീക്കേഴ്സ് അല്ലേ, ഈശ്വരനെ തേടുന്നവരാണ്. Am I right? Are you all seekers? സീക്കേഴ്സ് അല്ലേ? ആണോ? ഉള്ളത് പറഞ്ഞാൽ മതി. സോ there is a reason for seeking God. ഒരു കാരണം ഉണ്ടാവുമല്ലോ ദൈവത്തെ അന്വേഷിക്കുന്നതിന്. വാട്ട് ഈസ് ഇറ്റ്? എന്താണത്? ഹാവ് യു എവർ തോട്ട് ഓഫ് ഇറ്റ്? നമ്മൾ ഈശ്വരനെ തേടുന്നതിന് പല കാരണങ്ങൾ പറഞ്ഞു. ഡിഫറെൻറ്റ് റീസൺസ് വി ഗോട്ട് നൗ. വൺ ഈസ് ടു ഗെറ്റ് റിഡ് ഓഫ് ദ സഫറിങ്സ് ആൻഡ് ദ പ്രോബ്ലംസ് വി ഫേസ് ഇൻ അവർ ഡെയിലി ലൈഫ്. ദൈനംദിന പ്രശ്നങ്ങളിൽ നിന്നൊരു മുക്തി, നമ്മുടെ സഹനങ്ങളിൽ നിന്നൊരു മോചനം. Sometimes it may be to get rid of some sickness people seek for God. ചില ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പം ആളുകൾ ഈശ്വരനെ തിരക്കാറുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ടെത്താൻ പറ്റും. മേ ബി സംടൈംസ് ഇറ്റ് മേ ബി സം ഫിനാൻഷ്യൽ ഇഷ്യൂസ്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ഓർ സം ഫാമിലി ഇഷ്യൂസ്. സോ വി സീക്ക് ഗോഡ് ഫോർ എ സൊല്യൂഷൻ. ആം ഐ റൈറ്റ്? ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ ഈശ്വരനെ തിരക്കുന്നത്. Am I right? Can you? So most of us are seeking for a solution, to find out a solution, or we firmly believe that he can bring a solution to our problem. ഈശ്വരനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലല്ലേ ചെയ്യുന്നത്. സോ ലെറ്റ് മീ ആസ്ക് വൺ മോർ ക്വസ്റ്റ്യൻ. ഹൂ ഈസ് സീക്കിംഗ് ഫോർ ഗോഡ് വിത്ത് ടു മച്ച് ലവ്? ആഴത്തിലുള്ള സ്നേഹം കൊണ്ട് ഈശ്വരനെ തിരക്കുന്ന ആരാണ്? Because of deep love inside. If there is deep love inside of you towards God, അതേപോലെയുള്ള സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ you want to see him at every moment of your life. Isn't it? You want to be with him in every moment of your life. If you love him so much, if you love God really from within, ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, നിങ്ങൾക്ക് ഈശ്വരനെ പിരിയാൻ സാധിക്കില്ല. Not only God, if you love someone, you cannot sit apart from that guy, no? It will cause pain inside. When you are separated from that person, either physically or mentally. നിങ്ങൾ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ നിങ്ങൾ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് അകന്നിരിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നതാവും. ശരിയാണോ? Is it true? If it is not painful, that means that you do not love that guy that much, so much. If you really love, ശരിക്കും നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ it will cause pain when you are away from that person.
When you love somebody so deeply, you will always seek for that person, no? നിങ്ങൾ ശരിക്കും ഒരാളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ആളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ബിക്കോസ് യു വാണ്ട് ടു സീ ഹിം ഓൾവേസ്, യു വാണ്ട് ടു ബി വിത്ത് ഹിം ഓൾവേസ്. നിങ്ങളെപ്പോഴും ആളുടെ കൂടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുകയല്ലേ, ആഗ്രഹിക്കുകയല്ലേ? Is it true? You just think what I say. Sincerely you think. That is true love, no? When you have true love inside of you towards any person, you will always want to be with that person. You will always think of that person. You cannot abstain from it. Am I right? എപ്പോഴും ആളിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയില്ലേ? എപ്പോഴും ആളുടെ സാന്നിധ്യം നിങ്ങൾ ഇഷ്ടപ്പെടുകയില്ലേ? എപ്പോഴും ആളിനോട് ഒത്തിരിക്കാൻ ആഗ്രഹിക്കുകയില്ലേ? If there is real love within you. He wants to see the person not for solving any problem. Is it for solving some problem you love somebody? To get rid of some suffering you love somebody? Is it real love? Yeah, I think you got what I meant. ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഉള്ളിൽ കിട്ടിയെന്ന് തോന്നുന്നു. So if you have real love within towards God, and if you really love God, you cannot be separated from Him, and you cannot sit even for a moment like that. ഒരു നിമിഷം പോലും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. We will always seek for God, seek for Him, no? Wherever you are, you will be thinking of Him. എവിടെ ഇരുന്നാലും നിങ്ങൾ ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. Because if you don't feel His presence, it will make so much pain inside of you. ആ ഈശ്വരൻ്റെ സാന്നിധ്യം നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കത് വേദന ഉണ്ടാക്കും. Now I think you got the answer why you are disconnected most often. എന്തുകൊണ്ടാണ് ഡിസ്കണക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓൺലി വെൻ വി ആർ ഡൂയിങ് ദ മെഡിറ്റേഷൻ യു ആർ ഗെറ്റിംഗ് കണക്റ്റഡ് വിത്ത് ദ ഹയർ ഇൻ്റലിജൻസ്, ദാറ്റ് ഈസ് ഗോഡ്, ആൻഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ മെഡിറ്റേഷൻ യു ബിക്കം ഡിസ്കണക്റ്റഡ്. യു വാണ്ട് സംതിങ് ഔട്ട് ഓഫ് ഹിം, യു വാണ്ട് സംതിങ് ഫ്രം ഹിം. So to get it, you praise God and worship Him. Like praising normal, ordinary human beings. They always like praising, no? Praising them. സാധാരണ മനുഷ്യൻ എപ്പോഴും അവനെ പ്രൈസ് ചെയ്യുന്ന ഇഷ്ടമല്ലേ? അപ്പോൾ അവരെ സ്തുതിച്ചുകൊണ്ട് മനുഷ്യർ ചില കാര്യങ്ങൾ സാധിക്കാറുണ്ട് എന്ന് പറയുന്നു. അല്ലെ സിമിലർലി യു പ്രൈസ് ഗോഡ് ടു ഗെറ്റ് സംതിങ് ഫ്രം ഹിം. ആ ചൈതന്യത്തിൽ നിന്ന് എന്തോ കിട്ടാൻ വേണ്ടി നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. If there is real love within you, you will never expect anything from the person whom you love, no? Otherwise it is something like a business, no? You pay for something and you get the product. നമ്മൾ പൈസ കൊടുത്തെന്തെങ്കിലും വാങ്ങുന്ന പോലെയാ എന്തെങ്കിലും. So just realize actually what is and who is the real seeker. ശരിക്കുള്ള സീക്കർ ആരാണെന്ന് ഉള്ളിൽ അറിയില്ല. When there is too much love inside of you towards God, you cannot abstain from seeking Him. ഈശ്വരനെ തിരയുന്നത് നിങ്ങൾക്ക് ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല. ശരിയാണോ? Am I right? Yeah.
So then always you will want to be with him wherever you are. We need not do anything to be connected with him, because the seeker is inside of you, is always seeking for him and trying to get the connection in every way you can. നിങ്ങളുടെ ഉള്ളിലെ സീക്കർ എപ്പോഴും കണക്ട് ചെയ്യപ്പെടാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അത് ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് ഓഫ് പ്യുവർ ലവ്. Is it? Yeah. That is the seeker. The real seeker is you have to identify who is the real seeker. So I pray for all of you, and I hope the real seeker will be awakened today from within. Just have love inside of you. Yeah. ഉള്ളിൽ ശരിക്കും സ്നേഹം ഉണ്ടാകട്ടെ. And check whether you love God that much. അത്രയും സ്നേഹം ഈശ്വരനുണ്ടോയെന്ന് ഉള്ളിൽ തിരഞ്ഞു നോക്കുക. If you have that much love inside, I think actually you need not pray for something. Before the prayer, he will interfere with it. Isn't it? പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ ഈശ്വരൻ ഇടപെട്ടിരിക്കും. Because he knows that you love him that much. And he can see your heart. നിങ്ങളുടെ ഹൃദയത്തെ ഈശ്വരന് കാണാൻ പറ്റും. If you make the real introspection inside of you, we can see that we love our children more than God. And we love many other things more than God. Actually, we want to please him and get something from him. It is not from love. നമ്മൾ ഈശ്വരനെ പ്രസാദിപ്പിച്ചിട്ട് എന്തോ നേടാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്, സ്നേഹത്തിൽ നിന്നല്ല. From real love, we will never try to please someone and to get something out of him. Isn't it? സ്നേഹത്തിൽ നിന്ന് ആരെങ്കിലും പ്രസാദിപ്പിച്ച് എന്തെങ്കിലും നേടാൻ നോക്കുക. Yeah. We will try to give whatever we can, no? നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുമോ നമ്മൾ കൊടുക്കും. So what is love? Love means submitting ourselves, no, to the person whom we love. നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്ന ആ ആളിലേക്ക്, എല്ലാ ചൈതന്യത്തിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നതിനാണ് സ്നേഹം എന്ന് പറയുന്നത്, വിട്ടുകൊടുക്കുന്നത്. Then only he can work on you. Then you submit yourself completely. നമ്മളെപ്പോൾ സമർപ്പിക്കുന്നോ അപ്പം മാത്രമേ ഈശ്വരന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. He don't submit. That means we want to get something from him. So we will play all our tricks for that. Our tricky mind will work on that. And he knows every tricks better than us. Okay. Just think whether we can love him from our hearts. All the seekers had too much love inside of their heart. That is why they go in search of God, no? Went in search of God, and they became enlightened one day. In the history you can see them. They had too much love towards God, not because of any other reason. They want to meet him and they want to be with him always. Okay.
I think I got you. You got me. Okay. This is the message which I have to tell you today, which I got from the highest intelligence. ഇതാണെന്ന് പറയാൻ കിട്ടിയ മെസ്സേജ്. So love God and seek God. Okay? Out of love you seek Him. സ്നേഹത്തിൽ നിന്ന് തിരയുക, സ്നേഹം കൊണ്ട് തിരയുക. Because of love you seek Him. Then you will never be disconnected. Okay? Not so happy to hear it, I think. I don't feel much happiness there. Why you take all the responsibilities? Because you love your family. Isn't it? Responsibilities come out of love, not. So when you love God, you will be responsible for Him also. ദൈവത്തെ സ്നേഹിക്കുമ്പോഴും റെസ്പോൺസിബിലിറ്റി വരുമല്ലേ? സ്നേഹം കൊണ്ട് ഉത്തരവാദിത്വം വരും. Without God, how can you fulfill your responsibilities? Can you make it possible? Without God, nothing is possible. With God, everything is possible. So, take a determination, not decision today, to become a real seeker. Then you can see the things are coming to you, not going after the things. If you take your own responsibility and if you follow your own paths, you will have to chase for it always. You will have to go after it, sweating, and with much stress and strain, with much toil. അപ്പം നമുക്ക് അതിൻ്റെ പുറകെയെല്ലാം പോകേണ്ടി വരും, അല്ലാതെ നമ്മളെ തേടി വരും. And you are with God. You have your own experiences. I need not say it again, actually. Still then you forget it and you choose your own paths. You have to kill yourself, that imbalanced self which is cheating you always. അതിനെ തള്ളിക്കൊള്ളേണ്ടി വരും. നേരെ ഇരിക്കുക, സിറ്റ് സ്ട്രൈറ്റ്, കംഫർട്ടബിളി റിലാക്സ് ചെയ്തിരിക്കുക. ഉള്ളിലേക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധയെ കൊണ്ടുവരിക. ബ്രിങ് ഓൾ യുവർ അറ്റൻഷൻ വിതിൻ. വിഡ്രോ ഓൾ സെൻസ് ഓർഗൻസ്. എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉള്ളിലേക്ക് പിൻവലിക്കുക. Just focus only on the breath which is going on inside. ഉള്ളിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. Just feel the inhalation and feel the exhalation. ശ്വാസത്തെയും ഉച്ഛ്വാസത്തെയും അറിയുക, അനുഭവിക്കുക. Just know that when the breath is so deep, you can focus on anything more time. When the breath is so short, your mind is agitated and you may not be able to focus on anything. The breath is so much connected with your mind. ശ്വാസം എത്ര കൂടുതൽ ആഴത്തിലുള്ളതാണോ, എത്രയും നീളമുള്ളതാണോ, അത്രയും കൂടുതൽ സമയം നമുക്ക് ഒന്നിലിരിക്കാൻ, ഒന്നിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ നീളം കുറയുമ്പോൾ, ഷോർട്ടാകുമ്പോൾ മനസ്സിലാക്കുക മനസ്സ് അജിറ്റേറ്റഡ് ആയിരിക്കുന്നു, അതിന് ഫോക്കസ് ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു.
So focus on your breath completely and feel your own breath. Now inhale deeply. ആഴത്തിൽ ശ്വാസം എടുക്കുക. And exhale deeply. ഒരിക്കൽ കൂടി inhale deeply. And exhale deeply. Once again, inhale. Exhale. Relax. Relaxed ആയിരിക്കുക. Let the seeker awaken from within. യഥാർത്ഥത്തിൽ ഈശ്വരനെ അന്വേഷിക്കുന്ന, ഈശ്വരനെ സ്നേഹിക്കുന്ന, the one who has much love towards God, let him, let her awaken from within. നിങ്ങളുടെ ഉള്ളിൽ ഉണരട്ടെ. Out of love, seek God. Out of love towards him, seek God. ആഴത്തിലുള്ള സ്നേഹത്തിൽ നിന്ന് ഈശ്വരനെ തിരയുക. അത്യഗാധമായ സ്നേഹം കൊണ്ട് ഈശ്വരനെ തിരയുക. Because you cannot live without him even for a moment. ഈശ്വരനെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാനാവാത്ത, that much love is there inside of you. അത്ര ആഴത്തിലുള്ള സ്നേഹം കൊണ്ട് തിരയുക. And tell him, I want you with me always. And I want to be with you always. ഞാൻ എല്ലായ്പ്പോഴും അങ്ങയോട് കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എല്ലായ്പ്പോഴും എന്നോട് കൂടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Just bring into your mind all the ascended masters who were real seekers. നമ്മൾക്ക് മുമ്പ് തന്നെ യഥാർത്ഥ സീക്കേഴ്സ് ആയിരുന്ന, അസെൻഷൻ പ്രാപിച്ച എല്ലാ മാസ്റ്റേഴ്സിനെയും മനസ്സിലേക്ക് കൊണ്ടുവരിക. We can chant the Guru Mantra for this moment. നമുക്ക് ആ ഗുരുമന്ത്രം ഒരു നിമിഷം ചാൻറ്റ് ചെയ്യാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർസാക്ഷാത് പരംബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുദേവോ. ഓം ശ്രീ ഗുരുദേവോ. ഓം ശ്രീ ഗുരുദേവോ. ശ്രദ്ധ പൂർണ്ണമായും
സഹസ്രാര പത്മത്തിന് മുകളിൽ കൊണ്ടുവരിക. ബ്രിങ് ഓൾ യുവർ അറ്റൻഷൻ ആൻഡ് ഫോക്കസ് ജസ്റ്റ് അബവ് യുവർ ക്രൗൺ ചക്ര ആൻഡ് ബി ദെയർ. ബി ദെയർ കംപ്ലീറ്റ്ലി, പൂർണ്ണമായും അവിടെ ആയിരിക്കുക. ഫീൽ ദ ലൊക്കേഷൻ above the crown chakra. Feel the pure white light, the light of ultimate truth and love. ശുദ്ധമായ ദൈവിക പ്രകാശം, തൂവെള്ള പ്രകാശം, പരമായ സത്യത്തിൻ്റെയും പരമായ സ്നേഹത്തിൻ്റെയും ആ പ്രകാശത്തെ just feel above your crown, the pure white light, the light of love, the light of ultimate truth. പൂർണ്ണമായും ശിരസിന് മുകളിൽ അത് അനുഭവിക്കുക. And the rays are entering into your crown. അതിൽ നിന്നുള്ള രശ്മികൾ, പ്രകാശരശ്മികൾ നിങ്ങളുടെ സഹസ്രാര പത്മത്തിലേക്ക് പ്രവേശിക്കട്ടെ. ജസ്റ്റ് വിഷ്വലൈസ് ആൻഡ് ഫീൽ ഇറ്റ്, സെൻസ് ഇറ്റ്. ദ പ്യുവർ വൈറ്റ് ലൈറ്റ് ഈസ് എൻട്രിങ് ഇൻ ടു യുവർ ക്രൗൺ ചക്ര. നിങ്ങളുടെ സഹസ്രാരത്തിലേക്ക് അത് പ്രവേശിക്കുന്നു. ക്ലെൻസിങ് യുവർ ക്രൗൺ ഫ്രം ഓൾ ഇംപ്യൂരിറ്റീസ്. എല്ലാ അശുദ്ധിയും നീക്കിക്കൊണ്ട്. ഓൾ അൺട്രൂത്ത്, റിമൂവിങ് ഓൾ അൺട്രൂത്ത് ഫ്രം യുവർ ക്രൗൺ. എല്ലാ അസത്യങ്ങളെയും നീക്കിക്കൊണ്ട്. The light is entering to your crown. Just feel it and welcome it. Welcome the light with much love. പൂർണ്ണ സ്നേഹത്തോടു കൂടി ആ പ്രകാശത്തെ സ്വീകരിക്കുക, സ്വാഗതം ചെയ്യുക. Tell him, I want to be with you always. And I want you to be with me always. ഞാൻ എല്ലായ്പ്പോഴും നിന്നോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എല്ലായ്പ്പോഴും എന്നോട് കൂടെ ഉണ്ടാവണമേ. Let the prayer come from your heart. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ പ്രാർത്ഥന ഉണ്ടാവട്ടെ. I want to be with you always. Uplift my consciousness from the lower planes. താഴേക്കിടയിൽ നിന്ന് എൻ്റെ ബോധത്തെ ഉന്നതിയിലേക്ക് ഉയർത്തുക, അങ്ങയിലേക്ക് ചേർക്കുക. പ്ലീസ് ജോയിൻ മൈ കോൺഷ്യസ്നസ് വിത്ത് ദാറ്റ് ഓഫ് യു. അങ്ങയുടെ അത്യുന്നത ദേവീ ബോധവുമായി എൻ്റെ ബോധത്തെ ഒന്ന് ചേർക്കുക. ഐ സബ്മിറ്റ് മൈസെൽഫ് ആൻഡ് സറണ്ടർ മൈസെൽഫ് കംപ്ലീറ്റ്ലി. ഞാൻ പൂർണ്ണമായും എന്നെ സമർപ്പിക്കുന്നു, ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു. പ്ലീസ് എൻ്റർ ത്രൂ മൈ ക്രൗൺ. എൻ്റെ സഹസ്രാരത്തിലൂടെ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. ജസ്റ്റ് ഫീൽ ദ ലൈറ്റ് എൻറ്ററിങ് ത്രൂ യുവർ ക്രൗൺ ആൻഡ് സ്പ്രെഡിങ് എവരിവെയർ. സഹസ്രാരത്തിൽ പ്രവേശിച്ച് ക്രൗൺ ചക്രയുടെ എല്ലാ ഭാഗത്തേക്കും അത് പടരുന്നത് അനുഭവിക്കുക. ജസ്റ്റ് ഫീൽ ദ വൈറ്റ് ലൈറ്റ്, the pure white light, the light of love and ultimate truth.
ഈസ് ട്രാൻസ്ഫോമിങ് യു ഫ്രം വിത്തിൻ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് രൂപാന്തരം വരുത്തിക്കൊണ്ട് ആ പ്രകാശം ഓരോ ഭാഗത്തേക്കും പ്രവേശിക്കട്ടെ. ലെറ്റ് ഇറ്റ് എൻ്റർ ഇൻ ടു ഈച്ച് ആൻഡ് എവറി പാർട്സ് ഓഫ് യുവർ ബോഡി. പെർമിറ്റ് ദ ലൈറ്റ് ടു എൻ്റർ ഇൻ ടു യു. ലീവ് ഓൾ തിങ്സ് വിച്ച് ഈസ് പ്രിവെൻറ്റിംഗ് ദ ലൈറ്റ്. ആ പ്രകാശത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും ഉപേക്ഷിക്കുവാൻ തയ്യാറാവുക. ഓൾവേസ് റിമെമ്പർ, വെൻ യു ഹോൾഡ് ഓൺ ടു സംതിങ് which will prevent the divine light from entering into you, it cannot get into you. Just leave them all. പ്രകാശത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും ഉപേക്ഷിക്കുക. ചൈതന്യം ഉള്ളിലേക്ക് കിടക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും വലിച്ചെറിയുക. Now the light is descending, the pure white light is descending and entering into your third eye chakra. ആജ്ഞാചക്രയിലേക്ക് ആ പ്രകാശം പ്രവേശിക്കുന്നു. The pure light, the light of love and the ultimate truth. Let it spread throughout your ajna. നിങ്ങളുടെ ആജ്ഞാചക്രയിലാകെ ആ പ്രകാശം പ്രസരിക്കട്ടെ. Let it spread through each and every nook and corner of your ajna. നിങ്ങളുടെ ആജ്ഞാചക്രയുടെ എല്ലാ മുക്കിലും മൂലയിലേക്കും ദൈവിക പ്രകാശം പ്രവേശിക്കട്ടെ, ഇത് പടരട്ടെ. Permit the light to be there and to guide you. നിങ്ങളെ നയിക്കുന്നതിനായി ആ പ്രകാശത്തെ എവിടെ ആയിരിക്കുവാൻ അനുവദിക്കുക. Leave all rubbish things which is preventing the light. ആ പ്രകാശത്തെ തടയുന്ന എല്ലാ കാര്യങ്ങളെയും ദൂരേക്ക് വലിച്ചെറിയുക. Let it spread throughout your ajna chakra and spread there. Just feel it and sense it. ഇത് അനുഭവിക്കുക, സെൻസ് ചെയ്യുക. Feel the touch of the divinity at your ajna. ദൈവിക ചൈതന്യത്തിൻ്റെ സ്പർശത്തെ നിങ്ങളുടെ ആജ്ഞാ കേന്ദ്രത്തിൽ അനുഭവിക്കുക. Now the light is descending to the throat chakra. വിശുദ്ധി ചക്രയിലേക്ക് it is entering and spreading the pure white light. The divine light is spreading throughout your വിശുദ്ധി ചക്രയിൽ സ്പ്രെഡ് ആകുന്ന അനുഭവിക്കുക. Just feel it and sense the divine touch. Feel the divine touch at your throat. Welcome the light into your വിശുദ്ധി, into your inner space. നിങ്ങളുടെ ആന്തരികമായ സ്പേസിലേക്ക് ആ പ്രകാശത്തെ സ്വീകരിക്കുക വിശുദ്ധിയിലൂടെ. Let it spread throughout your inner space. Feel the pure white light, the light of love, the light of ultimate truth, spreading. പരമായ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രകാശം നിങ്ങളുടെ വിശുദ്ധി ചക്രമാകെ നിറയട്ടെ. Again, inform him that you want to be with him always. You want to be with him always. Tell. You are my first preference in my life. എൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ചോയ്സ് അങ്ങാണ്. I want to be with you always. എല്ലായ്പ്പോഴും അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ. I love to be with you. Feel the divine touch, the divine presence at your throat chakra.
Now the light is descending and entering to your heart chakra, anahata, your center. നിങ്ങളുടെ കേന്ദ്രത്തിലേക്ക്, നിങ്ങളുടെ അനാഹതത്തിലേക്ക് പ്യുവർ വൈറ്റ് ലൈറ്റ് പ്രവേശിക്കുന്ന അനുഭവിക്കുക. It is spreading throughout your heart chakra. Just feel the divine presence inside of your heart. That's the most important place, location, where we keep everything which we love most. So open your heart. Open the entrance of your heart for the divinity to enter. ദൈവിക ചൈതന്യം നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനായി പൂർണ്ണ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുക. Let the pure light, the light of love and ultimate truth, enter into your heart and be a permanent resident there. അവിടെ ഒരു സ്ഥിരവാസിയായിരിക്കട്ടെ. Permit God to be there. Instead of all other rubbish things, permit the divinity to be there. ചൈതന്യം അവിടെ ആയിരിക്കാൻ അനുവദിക്കുക. Feel the presence of God. Feel the divine light. Feel it and sense it. പൂർണ്ണമായും അതിനെ അനുഭവിക്കുകയാണ്. പ്രകാശത്തെ അനുഭവിക്കുക. When there is much light inside of your heart, ധാരാളം പ്രകാശം ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ, you will automatically be transformed as the sons and daughters of light. പ്രകാശത്തിൻ്റെ സന്തതികളായിട്ട് മാറുകയാണെന്ന് അറിയുക. All the darkness will leave you. എല്ലാ അന്ധകാരത്തിൻ്റെ ശക്തികളും നിങ്ങൾ വിട്ടുപോകുമെന്ന് അറിയുക. All sufferings will leave you. എല്ലാ സഹനങ്ങളും നിങ്ങളെ വിട്ടുപോകും. Be the children of light. Be the children of light inside of your heart. Let there be light. Let there be light. പ്രകാശം കൊണ്ട് നിറയട്ടെ. Let there be light inside of your heart. പ്രകാശം നിറയട്ടെ. ഹൃദയത്തിൽ പ്രകാശം നിറയട്ടെ. ഹൃദയം പ്രകാശം കൊണ്ട് നിറയട്ടെ. നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. Let it be filled with the divine light. Feel the light spreading throughout your heart chakra. നമ്മുടെ ഹൃദയമാകെ ദൈവികമായ പ്രകാശം, ചൈതന്യം നിറയുന്നത് അനുഭവിക്കുക. And tell God that I want to be with you always. Be with me always. I thirst for you. I long for you so much. ഞാൻ അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. അത്രമാത്രം അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നോട് കൂടെ ആയിരിക്കണമേ. ഞാൻ അങ്ങയോട് കൂടെയും ആയിരിക്കട്ടെ. Be with God. And now the light is descending to the solar plexus chakra. The pure light of love is entering to your solar. നിങ്ങളുടെ മണിപ്പൂരക ചക്രത്തിലേക്ക് ആ പ്രകാശം പ്രവേശിക്കുന്നു. Open all the doors of your Manipuraga. Welcome the divinity inside. ദൈവിക പ്രകാശത്തെ നിങ്ങളുടെ മണിപ്പൂരകത്തിലേക്ക് സ്വാഗതം ചെയ്യുക, കൂട്ടിക്കൊണ്ടുപോവുക. Let the light spread throughout your Manipuraga. Feel the presence of the divinity. ദൈവിക ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുക. Welcome the divine light.
from the depth of your heart. Welcome the divinity into your solar plexus chakra. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ചൈതന്യത്തെ, ദൈവിക ചൈതന്യത്തെ സ്വാഗതം ചെയ്യുക. ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പോലെ, ജസ്റ്റ് ലൈക്ക് എൻട്രിങ് ഇൻ ടു എ റൂം, ടേക്കിംഗ് ദ ഗസ്റ്റ് ഇൻ ടു എ റൂം. ജസ്റ്റ് ടേക്ക് ദ ലൈറ്റ് ഇൻ ടു യുവർ solar plexus chakra. Welcome divine presence. Welcome divine presence. We want to be with you always. And എല്ലായ്പ്പോഴും അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. Be with him. Be with him. Be with the pure light. The light of love. The light of ultimate truth. Feel the presence there. സാന്നിധ്യം അറിയുക. സാന്നിധ്യം അറിയുക. Just feel the presence. സാന്നിധ്യം അറിയുക. Now the light is again descending, entering into another room, entering to your സ്വാധിഷ്ഠാന ചക്ര. നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്രയിലേക്ക് അത് പ്രവേശിക്കട്ടെ. വെൽക്കം ദ ഡിവിനിറ്റി ഇൻ ടു യുവർ സ്വാധിഷ്ഠാന വിത്ത് ഓൾ ലവ്. വെൽക്കം ദ ഡിവൈൻ പ്രസൻസ് ടു എൻ്റർ ഇൻ ടു യുവർ സ്വാധിഷ്ഠാന. Tell God, I welcome you with all my heart. I want to be with you always. Please come inside. Please come inside and reside here. I have made every necessary preparations for you here. നിങ്ങൾക്ക് വേണ്ട എല്ലാ പ്രിപ്പറേഷൻസും, അത്യാവശ്യമായ എല്ലാ പ്രിപ്പറേഷൻസും ഞാനിവിടെ നടത്തിയിട്ടുണ്ട്. പ്ലീസ് റിസൈഡ് ഹിയർ. പ്ലീസ് ബി വിത്ത് മീ. ഇവിടെ വസിക്കുക, എന്നോടുകൂടെ ആയിരിക്കുക. I want to be with you always. O divine light, the light of love, the light of ultimate truth. I want to be with you. ഞാൻ അങ്ങയോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. Feel the presence. Feel the divine presence spreading. എല്ലായിടം വ്യാപരിക്കുന്നു അനുഭവിക്കുക. Feel the divinity, the touch of the divinity, the touch of love, the touch of truthfulness. Feel it there. സ്നേഹത്തിൻ്റെ, പരമമായ സത്യത്തിൻ്റെ ആ സ്പർശത്തെ അനുഭവിക്കുക. Feel and sense it there. Feel the presence. സാന്നിധ്യം അറിയുക. സാന്നിധ്യം അറിയുക. സാന്നിധ്യം അറിയുക. Now the light is descending again. Descending and entering to your root chakra. Welcome all the doors of your root chakra. Welcome God, divinity. Open all the doors of your root chakra. Welcome the divinity. Receive him. Receive the divinity, the divine light into your root chakra. നിങ്ങളുടെ മൂലാധാര ചക്രയുടെ എല്ലാ വാതിലുകളെയും തുറന്നിടുക. ദൈവിക പ്രകാശം ഉള്ളിലേക്ക് കടക്കട്ടെ. The light of love, the light of ultimate truth, be a resident there. ഇവിടെ വസിക്കട്ടെ. Permit him to be there. Let him work on you. ചൈതന്യം നിങ്ങൾ പ്രവർത്തിക്കട്ടെ.
ലെറ്റ് ഹിം അലീവിയേറ്റ് ഓൾ യുവർ സഫറിങ്സ്. നിങ്ങളുടെ എല്ലാ സഫറിങ്സിനെയും നീക്കാൻ പറ്റുന്ന ദാറ്റ് ലൈറ്റ് ഓഫ് ലവ്. ലെറ്റ് ഹിം ട്രാൻസ്ഫോം യു ഫ്രം വിതിൻ. നിങ്ങളുടെ ആന്തരികതയിൽ രൂപാന്തരങ്ങൾ സംഭവിപ്പിക്കട്ടെ. പെർമിറ്റ് ഗോഡ്, പെർമിറ്റ് ദ ഡിവിനിറ്റി ടു വർക്ക് വിതിൻ യു. ലെറ്റ് ഹിം സ്പ്രെഡ് എവരിവെയർ. ചൈതന്യത്തെ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ അനുവദിക്കുക. അതെല്ലായിടത്തും പ്രസരിക്കട്ടെ. ഫീൽ ദ ഡിവൈൻ പ്രസൻസ്, ഫീൽ ദ ടച്ച്, ഫീൽ ദ മൂവ്മെൻറ്റ് ഓഫ് ഡിവൈൻ പ്രസൻസ് ഇൻ ദ ഫോം ഓഫ് പ്യുവർ വൈറ്റ് ലൈറ്റ്. ശുദ്ധമായ വെളുത്ത പ്രകാശത്തിൻ്റെ രൂപത്തിൽ ആ ചൈതന്യമുള്ളിലൂടെ സഞ്ചരിക്കുന്നത് അനുഭവിക്കുക. ആ പ്രകാശത്തെ അനുവദിക്കുക. ലെറ്റ് ഹിം വർക്ക്. ചൈതന്യം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കട്ടെ. പെർമിറ്റ് ഹിം. സബ്മിറ്റ് ആൻഡ് സറണ്ടർ യുവേഴ്സെൽഫ് കംപ്ലീറ്റ്ലി. പൂർണ്ണമായും സമർപ്പിക്കുക. ഓർ റിമെമ്പർ where you have to submit, where you can surrender yourself, and who can correct you, who can guide you. Which person in this whole world can guide you right in the right way? ഈ ലോകത്തിലുള്ള ഏത് വ്യക്തിക്ക് നിങ്ങളെ നയിക്കാൻ പറ്റും? സോ സറണ്ടർ ഓൾ ഈഗോ and submit yourself completely with all heart. മുഴുവൻ ഹൃദയത്തോടും കൂടി സമർപ്പിക്കുക. സബ്മിറ്റ് യുവേഴ്സെൽഫ് ബിഫോർ ഗോഡ്. വെൽക്കം ഹിം ഇൻസൈഡ്. ചൈതന്യത്തെ ഉള്ളിലേക്ക് സ്വാഗതം ചെയ്യുക. ആൻഡ് പെർമിറ്റ് ഹിം ടു വർക്ക് വിതിൻ. നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ അനുവദിക്കുക. പെർമിറ്റ് ഹിം ടു റിസൈഡ് ദെയർ എവരി ടൈം. എല്ലാ സമയത്തും നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ അനുവദിക്കുക. ഡോണ്ട് അലൗ all toxic consciousness to get inside and rule over you. വിഷമയമായ ബോധങ്ങളെ ഉള്ളിൽ പ്രവേശിക്കാനും അതിനെ ഭരിക്കാനും അനുവദിക്കുന്നതിന് പകരം പെർമിറ്റ് ദ ഡിവിനിറ്റി ടു റിസൈഡ് വിത്തിൻ യു. ചൈതന്യം നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കട്ടെ. ലെറ്റ് ഹിം ഗൈഡ് യു ആൻഡ് ലെറ്റ് ഹിം ഡ്രൈവ് യുവർ വെഹിക്കിൾ. നിങ്ങളെ ഗൈഡ് ചെയ്യട്ടെ. നിങ്ങളുടെ വാഹനം ദൈവിക ചൈതന്യത്താൽ ഡ്രൈവ് ചെയ്യപ്പെടട്ടെ. പെർമിറ്റ് ദ ഡിവിനിറ്റി വിത്തിൻ ആൻഡ് ഫീൽ ദ പ്രസൻസ് എവരിവെയർ. ചൈതന്യത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും അനുഭവിക്കുക. ഫീൽ ദ ഡിവിനിറ്റി സ്പ്രെഡിങ് സ്പ്രെഡിങ് സ്പ്രെഡിങ്. ഉള്ളിൽ എല്ലായിടത്തും വ്യാപരിക്കുന്നത് അനുഭവിക്കുക. Tell God that you are my guide, you are my master, you are my guide, you are my master. I want to be with you. അങ്ങാണ് എൻ്റെ മാസ്റ്റർ, അങ്ങാണ് എൻ്റെ വഴികാട്ടി. ഞാൻ എല്ലായ്പ്പോഴും അങ്ങയോട് കൂടെ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഗൈഡ് മീ ഫ്രം വിതിൻ. എൻ്റെ ഉള്ളിലിരുന്ന് എന്നെ നയിക്കുക. ഐ ഡോണ്ട് വാണ്ട് എനി മലീഷ്യസ് കോൺഷ്യസ്നെസ് ടു ഗൈഡ് മീ. ഒരു മലിനമായ ബോധവും എന്നെ നയിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഐ വാണ്ട് ടു ബി ഗൈഡഡ് ബൈ യു ഓൺലി. അങ്ങയാൽ മാത്രം നയിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ബി ഗൈഡഡ് ബൈ യുവർ ഡിവൈൻ ലൈറ്റ്, യുവർ ഡിവൈൻ പ്രസൻസ്. നിങ്ങളുടെ ദൈവിക സാന്നിധ്യത്താൽ, നിങ്ങളുടെ ദൈവിക പ്രകാശത്താൽ മാത്രം നയിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഐ സബ്മിറ്റ് ആൻഡ് സറണ്ടർ കംപ്ലീറ്റ്ലി ബിഫോർ യു. അതിനായി എന്നെ പൂർണ്ണമായും എന്നെ സമർപ്പിക്കുന്നു, എന്നെ വിട്ടുതരുന്നു, ഏൽപ്പിച്ചു തരുന്നു. ഫീൽ ദ ഡിവൈൻ പ്രസൻസ് ഇൻസൈഡ് എവരി ചക്ര. ഓരോ ചക്രയുടെ ഉള്ളിലും ദൈവിക സാന്നിധ്യത്തെ അനുഭവിക്കുക. ഇൻസൈഡ് ഓഫ് എവരി ചക്ര ഫീൽ ദ ഡിവൈൻ ലൈറ്റ്. അത്യുന്നത ദൈവിക പ്രകാശത്തെ അനുഭവിക്കുക. എല്ലാ ഊർജ്ജമണ്ഡലങ്ങൾക്കുള്ളിലും 7 ബോധതലങ്ങൾക്കുള്ളിലും just feel the divine presence in the 7 layer of consciousness. Feel it within and guiding you
from Mooladhara, guiding you from Swadhisthana, guiding you from Solar, guiding you from Anahata, guiding you from throat, guiding you from third eye, and guiding you from crown. Just feel the presence. ആ സാന്നിധ്യത്തെ അനുഭവിക്കുക. സാന്നിധ്യം അറിയുക. സാന്നിധ്യം അനുഭവിക്കുക. ആ സാന്നിധ്യമാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കുക. ജസ്റ്റ് ചൂസ് ഹിം. ഐ വിൽ നെവർ ലീവ് യു. ഞാൻ അങ്ങേ ഒരിക്കലും ഉപേക്ഷിക്കില്ല. പ്ലീസ് ലോർഡ് ഡോണ്ട് ലെറ്റ് മീ, എന്നെ വിട്ടുകളയരുത്. ലീവ് മീ അലോൺ, എന്നെ ഉപേക്ഷിക്കരുത്. ഹെൽപ്പ് മീ ടു ബി വിത്ത് യു, ഞാൻ അങ്ങയോട് കൂടെ ആയിരിക്കാൻ എന്നെ സഹായിക്കണമേ. ലെറ്റ് മീ ഗെറ്റ് ഓൾ ദ ഗൈഡൻസ് ഫ്രം വിതിൻ, നോട്ട് ഫ്രം ഔട്ട്സൈഡ്. എനിക്ക് എല്ലാ ഗൈഡൻസും എൻ്റെ ഉള്ളിൽ നിന്ന്, അങ്ങയിൽ നിന്ന് ലഭിക്കട്ടെ, പുറത്തുനിന്നല്ലാതെ അങ്ങയിൽ നിന്ന് ലഭിക്കട്ടെ. യു ആർ മൈ ഇന്നർ മാസ്റ്റർ, എൻ്റെ ഉള്ളിലിരിക്കുന്ന മാസ്റ്റർ, മൈ ഇന്നർ ഗൈഡ്. ഐ ലവ് യു, ഐ ലവ് യു സോ മച്ച്, ഐ ലവ് യു സോ മച്ച് ആൻഡ് ഐ വാണ്ട് ടു ബി വിത്ത് യു. ഓൾവേസ് ഐ വാണ്ട് ടു ബി വിത്ത് യു. ഞാൻ അങ്ങയോട് കൂടെ മാത്രമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് മൈ ഇൻസൈഡ് വേൾഡ് ഈസ് കംപ്ലീറ്റ്ലി സബ്മിറ്റഡ് ഫോർ യു. എൻ്റെ ആന്തരിക ലോകത്തെ പൂർണ്ണമായും ഞാൻ അങ്ങേക്ക് മാത്രമായി സമർപ്പിച്ചിരിക്കുന്നു. ബി എ പെർമനൻറ്റ് റെസിഡൻറ്റ് ദെയർ, ഒരു സ്ഥിരവാസിയായി എൻ്റെ ഉള്ളിൽ വസിക്കണമേ. ലെറ്റ് മീ ഫീൽ യു ഓൾവേസ്, ഞാൻ എല്ലായ്പ്പോഴും അങ്ങേ അനുഭവിക്കട്ടെ. Feel the divine presence everywhere inside of you. The divine light everywhere inside of you. ദൈവീയ പ്രകാശത്തെ എല്ലായിടത്തും അനുഭവിക്കാം. And decide and determine yourself. I want only this blissfulness. എനിക്ക് ഈ ഒരു ആനന്ദം മതി. I am not ready to leave this divinity. And I will never choose any imbalanced consciousness to get in and rule me. ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോധത്തെയും എൻ്റെ ഉള്ളിൽ പ്രവേശിക്കാനോ ഭരിക്കുവാനോ ഇനി മുതൽ ഞാൻ അനുവദിക്കുന്നില്ല. യു ക്യാൻ റൂൾ മീ ഫ്രം വിത്തിൻ. അങ്ങേക്ക് എൻ്റെ ഉള്ളിലിരുന്ന് എന്നെ എല്ലായ്പ്പോഴും ഭരിക്കാം. ഐ ആം കംപ്ലീറ്റ്ലി യുവേഴ്സ്. ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണ്. ഐ ആം കംപ്ലീറ്റ്ലി യുവേഴ്സ്. ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണ്. ഐ ലവ് യു സോ മച്ച് ദാൻ എനിത്തിങ് ആൻഡ് എനിബഡി ഇൻ ദിസ് ഹോൾ വേൾഡ്. ഈ ലോകത്തിലുള്ള മറ്റെന്തിനേക്കാളും ആരെക്കാളും അധികമായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ആൻഡ് ഐ സബ്മിറ്റ് ആൻഡ് സറണ്ടർ കംപ്ലീറ്റ്ലി ബിഫോർ യു. എന്നെ പൂർണ്ണമായും ഏൽപ്പിച്ചു തരുന്നു, സമർപ്പിക്കുന്നു. ബ്രിങ് യുവർ ഹാൻഡ്സ് ടുഗദർ ക്ലോസർ. സോ ബി ഇറ്റ്, സോ മോട്ട് ഇറ്റ് ബി, ആൻഡ് സോ ബി ഇറ്റ്. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. Once again, we shall say thanks to all the ascended masters who are always united with the divine light. Om Gurur Brahma Gurur Vishnu Gurur Devo Maheshwaraha
ഗുരുർ സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ ഓം ശ്രീ ഗുരുഭ്യോ ഓം ശ്രീ ഗുരുഭ്യോ. Now you can open your eyes. കണ്ണുകൾ തുറക്കാം.